ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു എൽബർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ പോലെ മാങ്ങ മസാല കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മാങ്ങ, ദെൻ നമ്മുടെ സവാള, ചെറിയുള്ളിയാണ് നല്ലത്. പക്ഷേ ചെറിയുള്ളി ഇവിടെ ഞാൻ മേടിക്കാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ സവാളയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ പച്ചമുളക്, നമ്മുടെ കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് അരിഞ്ഞു വെക്കാനായിട്ട് വേണ്ടുന്നത്. ഇനി ബാക്കിയുള്ളത് മസാല പെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിനി മസാല പെട്ടി വയ്ക്കാൻ പോകാം. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മീറ്റ് മസാലയാണേ, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും മതി. പിന്നെ ഉപ്പും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇതിലേക്കെല്ലാം ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇതിനകത്തുനിന്നെല്ലാം മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ ഇടും. ടീസ്പൂൺ അല്ല, ഇതിനകത്തൊരു സ്പൂൺ കിടപ്പുണ്ട്, അതിനകത്ത് 2 എടുക്കും. മല്ലിപ്പൊടി ഒരു കുറച്ച്, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട്, പിന്നെ കുറച്ച് മീറ്റ് മസാല, ഇത്രയിട്ട് ഇത് ശരിക്കും ഇളകി കൂട്ടി തിരുമ്മി നമ്മൾ ഒരു മണിക്കൂർ വയ്ക്കണം കുറഞ്ഞത്. ഞാൻ പക്ഷേ ഇത് ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നാളെയാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പം പൊടികളെല്ലാം കുറച്ചെടുത്ത് ഇട്ടിട്ട് കേട്ടോ. അതാ പൊടികളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ശരിക്ക് ഞെരടി തിരുമ്മി വെക്കണം. ആ തിരുമ്മലിലാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ലേശം എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തിരുമ്മി ആ ഉള്ളിയെല്ലാം ശരിക്കും അങ്ങോട്ട് വാടണം. തിരുമ്മി കഴിയുമ്പോൾ തന്നെ നമുക്ക് കറിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ 2-ാം പാലും 1-ാം പാലും പിഴിയുക. എന്നിട്ട് 2-ാം പാൽ ഒഴിച്ച് വേവിക്കുക. മാങ്ങയെല്ലാം ശരിക്കും വെന്ത് കഴിയുമ്പോൾ 1-ാം പാൽ ഒഴിക്കുക, കടുക് വറുത്തിടുക. അത്രയേ ഉള്ളൂ കറി. അപ്പോൾ ഞാനിത് തിരുമ്മി മൂടി വയ്ക്കാൻ പോവാണ്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. നല്ല പോലെ തിരുമണം. ഞാനിപ്പോൾ ഇവിടെ തിരുമ്മി ഇത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആക്ച്വലി എൻ്റെ മാങ്ങ കുറച്ച് പഴുത്ത് പോയി, അതുകൊണ്ട് എന്തിനും മാത്രം ടേസ്റ്റ് ആയിരിക്കും എന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിനി ഇത് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ഇത്രയും മാങ്ങയ്ക്ക് ഞാനിപ്പോൾ ഒരു മാങ്ങയും അതിൻ്റെ ഒരു ലേശം കൊണ്ട് എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനൊരു 3/4 മുറി തേങ്ങാപ്പാൽ മതി. കാര്യം മാങ്ങയ്ക്ക് ഇച്ചിരി മധുരം കൂടെ ഉള്ളതുകൊണ്ടേ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ചാറിനനുസരിച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് പിഴിച്ചെടുക്കാവുന്നതാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ, നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതങ്ങനെ പിറ്റേ ദിവസം ആകും എന്ന് ഞാൻ വിചാരിച്ച മാങ്ങാക്കറി എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റി. ഞാനിപ്പോൾ ഇവിടെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂറായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാൻ പോയി, ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് ഇത് അടുപ്പത്തേക്ക് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒഴിച്ചൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാൻ പോവുകയാണ്. അതിന് മാങ്ങ വന്ന് കഴിയുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. അപ്പോൾ ഇതാ ഞാനിത് അടുപ്പത്ത് വെച്ചു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചത് തിളച്ചൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ 1-ാം പാൽ. ഇനിയിപ്പോൾ 1-ാം പാൽ 2-ാം പാൽ എന്നാന്ന് അറിയാൻ പാടില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ അല്ലേ, എന്നെപ്പോലുള്ളവർ കാണുമായിരിക്കുമല്ലോ അല്ലേ. 1-ാം പാലെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയുടെ ആദ്യമായിട്ട് പിഴിഞ്ഞ് എടുക്കുന്നത് നല്ല കട്ടി കൊഴുപ്പുള്ള പാലാണ്. 2-ാം പാലാണ് ലൂസായിട്ട് പിഴിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഈ തേങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പീര് ചിലപ്പോഴേ കളയുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പീരും കുറച്ച് നല്ല തേങ്ങയും കൂടെ ഈ തോരനൊക്കെ വയ്ക്കുമ്പോഴേ ഇടും. കാര്യം ഞാൻ തേങ്ങ പിഴിഞ്ഞാൽ മുഴുവനായിട്ട് ഒരിക്കലും പോരാറില്ല. നിങ്ങൾക്കുണ്ടോ ഈ പ്രശ്നം? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി 1-ാം പാൽ ചേർക്കാൻ പോവുകയാണേ. 1-ാം പാൽ ചേർത്തിട്ട് നമ്മൾ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ജസ്റ്റായിട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്ത് തന്നെ വെച്ച് നമുക്ക് ഒന്ന് ചൂടായാൽ മതി. കാര്യം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് ഒന്ന് ഇട്ടിട്ടുണ്ട്. നല്ല കൊഴുപ്പിലായിരിക്കുന്നേ. അപ്പോൾ ഞാൻ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി നല്ല ആവി പറക്കുന്ന
കാണാമോ നിങ്ങൾക്ക് ആവി വറുക്കുന്ന മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ മപ്പാസ്. ഞാനിതിലേക്ക് ഒരു ഇച്ചിരി കടുകും കൂടെ താളിച്ചിട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കുറച്ച് എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.